മെട്രോ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ 91 സങ്കീർത്തനത്തിൽ നിന്ന് 14, 15 വാക്യത്തിൽ നിന്ന് അവനോട് ചേർന്നിരിക്കാൻ പറ്റിയിരിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ നമ്മളെ വിടുവിക്കും, നമ്മളെ ഉയർത്തും, അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും, കഷ്ടകാലത്ത് കൂടെയിരിക്കും, നമുക്ക് തൃപ്തി വരുത്തും, നമുക്ക് ദീർഘായുസ് തരും, അവൻ്റെ രക്ഷയെ നമുക്ക് കാണിച്ചു തരും. ഇങ്ങനെയുള്ള 7 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കണം. ഈ ദൈവം നമ്മളെ സൃഷ്ടിച്ചവനും നമ്മളെ കരുതുന്നവനുമായിട്ടുള്ള ദൈവമാണ്. ദൈവത്തിന് മനുഷ്യനെ വലിയ ഇഷ്ടമാണ്. അതെന്താ? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു. കാരണം അവനോടൊപ്പം കൂട്ടായ്മയിലിരിക്കാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിലെ മനുഷ്യനെ ആക്കിയപ്പോഴും ദൈവം എന്നും അവരെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയും അവരോട് കൂടെ ഇരിക്കുകയും ചെയ്യുന്നു. പഴയ നിയമത്തിലൊക്കെ നോക്കിയാൽ അറിയാം, അവൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുന്നു, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവം നമ്മളെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മറന്നുപോകരുത്. ദൈവം നമ്മളെ നോക്കുന്നുണ്ട്, നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഈ ദൈവം നമ്മളെ കരുതുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ദൈവം നമ്മളെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് യെശയ്യാപ്രവചനം 43 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്രോമിസാണ്, യാക്കോബേ, ഇസ്രായേലേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. യാക്കോബിൻ്റെ വേറൊരു പേരാണല്ലോ ഇസ്രായേൽ എന്ന പേര് വെച്ച്. ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ യാക്കോബ് നടത്തി കഴിഞ്ഞപ്പോൾ അവൻ്റെ പേര് മാറ്റി അവനെ ഇസ്രായേൽ എന്നാക്കി. നേരത്തെ ഉള്ള ചതിയനായ യാക്കോബ് അല്ല ഇപ്പം ഇസ്രായേൽ എന്ന് പറയുന്നത്. അവൻ ദൈവവുമായിട്ട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വലിയ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയായി മാറി. അതുകൊണ്ട് യാക്കോബിനോട് ദൈവം പറയുകയാണ്, യാക്കോബ് അല്ലെങ്കിൽ ആ ഇസ്രായേലിൻ്റെ തലമുറകളോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഈ പ്രോമിസ് അവിടെ നിൽക്കാനുള്ളതല്ല. പലരും ഇങ്ങനെ പറയും, പഴയ നിയമത്തിലുള്ള പ്രോമിസ് നമുക്കുള്ളതല്ല, അത് ഇസ്രായേൽ മക്കൾക്കുള്ളതാണ് എന്നൊക്കെ പലരും പറയും. എന്നാൽ അവിടെ നിൽക്കുന്ന പ്രോമിസ് അല്ല, വാഗ്ദത്തം നിനക്കും നിൻ്റെ സന്തതിക്കും ഉള്ളതാണ്. അതിൻ്റെ അടുത്ത വാക്യത്തിൽ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, നീ വെള്ളത്തിൽ കൂടി കടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികൾ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയേയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിയാൽ നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അപ്പോഴേ വെള്ളത്തിൽ കൂടി, നദികൾ കൂടി, അല്ലെങ്കിൽ തീയിൽ കൂടി ഒക്കെ പോകാനുള്ള സാധ്യതകൾ പലപ്പോഴും ഉണ്ട് ജീവിതത്തിൽ. അതാണ് കഷ്ടകാലത്ത് നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞത്. ശദ്രക്, മേശക്, അബേദ്നെഗോ തീയിൽ വീണപ്പോൾ ഒരാളിനെയും കൂടെ രാജാവ് കണ്ടില്ലേ? യേശുവാണ്, ദൈവമാണ് അവിടെ ഇറങ്ങി വന്നത്. അവരുടെ തീയുടെ ചൂടൊന്നും അവർക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു. എന്താണ് കാരണം? ദൈവം അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടി നിങ്ങൾ നടന്നു പോയാലും ആ സാഹചര്യത്തെ നോക്കി പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള ബോധ്യം എപ്പോഴും നിങ്ങളെ ഭരിക്കുമ്പോഴേ നമ്മളവിടെയൊക്കെ കറേജിയസ് ആവുകയാണ്. യോശുവയോട് പറഞ്ഞാണ്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. അതുപോലെ ദൈവം കറേജിയസ് ആയിരിക്കാനായിട്ട് നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ ഭയത്തിനകത്ത് അടിമപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. സാഹചര്യങ്ങൾ കൊണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. ചെന്നായി വന്ന് മുമ്പിൽ ചാടുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് പേടിക്കുന്നത് പോലെ പിശാച് പല വക്രതം ആയിട്ടുള്ള സിറ്റുവേഷൻ തന്ത്രപരമായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴേ അവനോട് പറ്റിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലെ നല്ല ചിന്ത തരും. എന്ത് ചിന്തയാണ് ഇത്? പിശാച് തരുന്ന ഒരു കെണിയാണ് എന്നുള്ളൊരു ചിന്ത തരും. അവിടെ നമുക്കതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് പറ്റും എന്ന് നമ്മൾ മറന്നുപോയത്. യോർദാനെ യോശുവ എത്ര സിമ്പിളായിട്ടാണ് തരണം ചെയ്ത് കവർ ചെയ്തെന്ന് നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുക, യോർദാൻ ക്രോസ് ചെയ്തിട്ട്. ആ യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചാൽ അറിയാം, അവർ ദൈവത്തിൻ്റെ കമാൻഡ് അനുസരിച്ച് ദൈവം യോശുവയെ അനോയിൻറ്റ് ചെയ്ത് അഭിഷേകം ചെയ്ത് വിടുകയാണ്. എൻ്റെ
എന്താണ് പ്രിയദാസനായ മോശ മരിച്ചു, ഇനി നീയാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവനെ അനോയിൻറ്റ് ചെയ്തിട്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞ് അവനെ വിട്ടു. പുരോഹിതന്മാർ നിയമപ്പെട്ടവൻ ചുവന്നുകൊണ്ട് അവർ യോർദാനിലേക്ക് ഇറങ്ങി വെള്ളം രണ്ടായിട്ട് വിഭജിച്ച് മാറുന്ന അനുഭവം. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻ ആയാലും അത് തരണം ചെയ്യാനുള്ള ദൈവകൃപ നമുക്ക് ദൈവം തരും എന്നുള്ളതാണ്. ആ സമയത്ത് യുദ്ധം എന്തുവാണെന്ന് അവർ അഭ്യസിച്ചിട്ടില്ല. ആരാ? ഇസ്രായേൽ മക്കൾ. യുദ്ധമല്ല യഹോവയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ വലിയ രാക്ഷസ ഗ്രൂപ്പുകൾ തന്നെ ഉണ്ട് ആ ഭാഗങ്ങളിലെല്ലാം. അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞാണ്. ആരെയൊക്കെയാണ്? കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗശ്യർ, അമോര്യർ, എബൂസ്യർ എന്നിവരെയൊക്കെ നീക്കിക്കളയുമെന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. യോശുവ 3:10 വാക്യമാണ്. ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അവിടെ നിങ്ങളോടൊപ്പം ദൈവം ഉണ്ടെങ്കിലേ ഈ എന്തൊക്കെ വന്നാലും ഇതൊക്കെ ഒരു പ്രയാസവുമില്ലാതെ മാറിപ്പോവും ദൈവത്തോട് പറ്റിയിരുന്നാൽ. നിങ്ങൾ അതുകൊണ്ട് വിളിച്ചു പറയണം, ഏതൊക്കെ ശത്രു നിങ്ങളെ ആക്രമിക്കുന്നെങ്കിലും ഞാൻ ദൈവത്തിൽ ഉറച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവിടെ ഏത് പർവ്വതമായാലും, സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ പർവ്വതമേ നീ സമഭൂമിയാകും. ദൈവത്തിന് നീക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ക്യാൻസറായി മാറും, ഡയബറ്റിക് ആയിട്ടുള്ള പ്രയാസങ്ങൾ മാറും, കിഡ്നിയുടെ പ്രയാസങ്ങൾ മാറും. മെഡിക്കൽ സയൻസ് പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അതൊരു ഫാക്റ്റാണ്. എന്നാൽ സത്യമാവണമെന്നില്ല. എല്ലാ ഫാക്റ്റും സത്യമല്ല. ഒരു ഫാക്റ്റാണത്. വിശ്വസിക്കാൻ പറ്റുന്ന, യുക്തിക്ക് യോജിക്കുന്ന ഒരു ഫാക്റ്റാണ്. എന്നാൽ ദൈവത്തിന് അതിനേക്കാളും സൂപ്പർസീഡ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയുമ്പോഴേ ആ ഫാക്റ്റ് സത്യമല്ലാതായിത്തീരും. ഒരുപാട് ഹിസ്റ്ററി അതിനകത്ത് പറയാനായിട്ടുണ്ട്. ദൈവത്തിന് നീക്കാൻ കഴിയാത്ത ഒന്നുമില്ല. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവ് വീര്യപ്രവൃത്തി ചെയ്യുന്നതായിട്ട് കാണുന്നു. കർമ്മേലിൽ അവസാനം പറയുന്നു, ദൈവമേ ഞാൻ മാത്രമേ ഉള്ളൂ. ദൈവം എന്താ പറഞ്ഞു? ഏലിയാവേ നീ മാത്രമൊന്നുമല്ല, 7000 വേറെ ആളുണ്ടോ എന്ന് പറഞ്ഞു. ആ ഏലിയാവിനെ എംപവർ ചെയ്ത് ദൈവം അയക്കുന്നതായിട്ട് കാണും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇതെല്ലാം ഫേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉള്ളവരെ ഒരുപാട് പേര് പല പ്രയാസങ്ങൾ കൂടിയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ശേഷിപ്പുണ്ട്. ദൈവം അവരെ പരിപാലിച്ചിരിക്കും. അത് 100% ഉറപ്പാണ്. ദൈവം അവരെ ഉയർത്തിയിരിക്കും. ദൈവം അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്നിരിക്കും. ദൈവം അവരെ തൃപ്തി വരുത്തിയിരിക്കും. പക്ഷേ നമ്മളത് തിരിച്ചറിയുകയും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ആലോചന ചോദിക്കുകയും ചെയ്യണം. പലപ്പോഴും നമ്മൾ തിരിച്ചറിയത്തില്ല. ദൈവമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നടത്തുന്നത് തിരിച്ചറിയത്തില്ല. പ്രത്യേകിച്ച് പ്രതികൂലങ്ങൾ വരുമ്പോഴാണ് പലരും ദൈവത്തെ അറിയുന്നത്. അനുകൂലമായ അവസ്ഥ ഇരിക്കുമ്പോൾ ആരെങ്കിലും ദൈവത്തെ അറിയുമോ? ഈ ഡെലിവറൻസ് മെസ്സേജിൽ തന്നെ നമുക്ക് ഡെലിവറൻസ് ആവശ്യമാണ് എന്ന് പറയുന്ന ആർക്കാണ് ആവശ്യം? സാമ്പത്തികമായും സാമൂഹികമായും അല്ലെങ്കിൽ തൊഴിൽപരമായും ഒക്കെ മുന്നോക്കം നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ പൊളിറ്റിക്സ്, പവറ്, ഫൈനാൻസ് ഇതുകൊണ്ട് കാര്യങ്ങളെ കവർ ചെയ്ത് അവർ ശ്രേഷ്ഠന്മാരെന്ന് അവരെ തന്നെ വിലയിരുത്തി നിൽക്കുമ്പോൾ അവർക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ച് യാതൊരു താല്പര്യവുമില്ല. എന്നാൽ അങ്ങനെ നിൽക്കാനായിട്ട് ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല കേട്ടോ. ദൈവം പിടിക്കും. ഒരു കുഞ്ഞുങ്ങളെയും അങ്ങനെ ദൈവം വെറുതെ വിടത്തില്ല. പിടിക്കും, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പിടിക്കും. അന്നവൻ മേലോട്ട് നോക്കും, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന അനുഭവം. അതുകൊണ്ട് നല്ല സമയത്തും മോശ സമയത്തും ദൈവത്തോട് പറ്റിയിരുന്നാൽ ദൈവം നിന്നെ ഉയർത്തും എന്നുള്ളൊരു ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ. പുതിയ നിയമത്തിൽ നമുക്ക് ഉള്ളത് എന്താണ്? പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പലതും പറഞ്ഞത്. പുതിയ നിയമത്തിൽ എന്താണുള്ളത്? വചനവും ആത്മാവുമാണ് നമ്മളെ നയിക്കുന്നത്. വചനവും ആത്മാവുമാണ് നമ്മളെ നയിക്കേണ്ടത്. ആത്മാവിൻ്റെ വലിയ നദി നമ്മൾ കൂടി ഒഴുകി അതിൽ നമ്മൾ മുങ്ങിക്കുളിക്കുന്ന അനുഭവം, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം. എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ രോഗങ്ങളെയും എല്ലാം മാറ്റിക്കളയുന്ന ദൈവത്തിൻ്റെ ശക്തി
ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. നമുക്കറിയാമല്ലോ ദാനിയേലിനെ 6-ാം അധ്യായത്തിലെ അന്ന് രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. അതിരാവിലെ രാജാവ് എഴുന്നേറ്റ് ദാനിയേലിൻ്റെ സിംഹക്കുഴിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, ദൈവം നിന്നെ വിടുവിച്ചോ? ദാനിയേലിൻ്റെ ഉത്തരം, കാരണം ദാനിയേലിനെ പോലെ നല്ലൊരു റൂളർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ദാനിയേലിനെ ഇവിടെ രാവിലെ വന്നിട്ട് രാജാവ് ചോദിക്കുക, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചതിന് ദാനിയേൽ രാജാവിനോട് പറഞ്ഞത് എന്താണ്? സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവിടെ വായടച്ചു കളഞ്ഞു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദൈവത്തോട് പറ്റി നിന്ന ദാനിയേലിനെ ദൈവം വിടുവിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ദൂതൻ രാത്രിയിൽ സിംഹക്കുഴിയിൽ ഇറങ്ങിയിട്ട് സിംഹത്തോട് മിനിസ്റ്റർ ചെയ്യുന്നൊരു ദൂതനുണ്ട്. ദൂതന്മാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സിംഹത്തോട് മിനിസ്റ്റർ ചെയ്യാനൊരു ദൂതനുണ്ട്. അവരുടെ ചെവി പറഞ്ഞാണ് അവർക്കറിയാവുന്ന ഭാഷയിൽ, എടാ ഇവൻ ഈ ശാഖഭക്ഷണമൊക്കെ കഴിച്ച് നടക്കുന്ന ഇവനെ കഴിച്ചാൽ നിനക്കൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് നീ അനങ്ങാതിരി. നല്ല തടിയന്മാർ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല തടിയുള്ള കുറേ പേര് വരുന്നുണ്ട്, അവരെ നിനക്ക് കഴിക്കാം, അതുകൊണ്ട് നീ തക്കാലം അനങ്ങാതെ മൂലയ്ക്ക് കടന്നോളാൻ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് സിംഹത്തോട് പറഞ്ഞു കാണും. ഇത് ബൈബിളിലല്ല, ഞാനെന്ന് അസ്യൂം ചെയ്യാണ്. ദൈവത്തോട് പറ്റി നിന്നാൽ ദൈവം നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സമയം ഇവിടെ അവസാനിച്ച് 2 സെഷനിലായിട്ട് കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡ് 2 എപ്പിസോഡായിട്ട് ഞാൻ പറയായിരുന്നു, ദൈവത്തോട് ചേർന്നിരിക്കുന്നത് അത്യുത്തമം. ഇത് നമ്മളെപ്പോഴും ഓർക്കണം. വെറുതെ കാല് തട്ടി മുറിയുമ്പോഴല്ല ദൈവമേ എന്ന് വിളിക്കേണ്ടത്, ആക്സിഡൻറ്റ് വരുമ്പോഴല്ല ദൈവമേ എന്ന് വിളിക്കേണ്ടത്. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന്, ദൈവമേ നീയാണ് എന്നെ നടത്തുന്നത്, നീ എന്നെ വിടുവിക്കുന്നവനായിട്ടുള്ള ദൈവമാണ് എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ മനസ്സിനകത്ത്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മളൊരു തീരുമാനം എടുക്കുകയും അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവൻ നമ്മെ വിടുവിക്കുക മാത്രമല്ല നമ്മളെ ഉയർത്തുകയും ചെയ്യുമെന്നുള്ളത് 90% ഉറപ്പായിട്ടല്ല, 100% ഉറപ്പോടുകൂടി ഞാൻ പറയുകയാണ്. അവിടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം. ഏതൊക്കെ പ്രയാസങ്ങളായിക്കോട്ടെ, ഏതൊക്കെ രോഗങ്ങളായിക്കോട്ടെ, ഇനി മെഡിക്കൽ സയൻസ് നോ എന്ന് പറഞ്ഞ കേസായിക്കോട്ടെ, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലാണെങ്കിൽ, അത് ഞാൻ വീണ്ടും അതെടുത്ത് പറയുകയാണ്, ദൈവത്തിനൊരു മിഷനുണ്ട്, ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ നിർവഹിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് 100% ഉറപ്പായിട്ട് നടപ്പാക്കും. പ്രാർത്ഥന കേട്ട് ഉത്തരം തരും. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഞങ്ങളെ വന്നാലും, മരണ യോർദാനായാലും, കർത്താവേ ഏതൊക്കെ വലിയ പർവ്വതമായാലും, ഇതൊക്കെയും ഞങ്ങൾക്ക് തരണം ചെയ്യാനുള്ള കൃപ കർത്താവെ നീ തന്നിരിക്കുന്ന ഓർത്ത് സ്തോത്രം. കർത്താവെ, കർമ്മേലിൽ വെച്ച് വീര്യപ്രവൃത്തി ചെയ്ത ഏലിയാവിനെ പോലെ, അല്ലെങ്കിൽ കർത്താവെ ശദ്രക് മേശക് അബേദ്നെഗോയെ പോലെ തീച്ചൂളയിൽ വീണേണ്ട സ്റ്റേജിലോ, അല്ലെങ്കിൽ ദാനിയേൽ സിംഹക്കുഴി വീണതുപോലെയോ, ഏത് സാഹചര്യത്തിലായാലും കർത്താവെ നീ ഞങ്ങളെ വിടുവിച്ചിരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് നിൻ്റെ സന്നിധിയിലെ കർത്താവെ ഉറച്ച് പ്രഖ്യാപിക്കുന്നു. ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണം. തീരാ രോഗങ്ങളിലിരിക്കുന്നവരുണ്ട്, പല ട്രീറ്റ്മെൻറ്റ് അനേകം വർഷങ്ങളായിട്ട് ചെയ്തിട്ടും ജീവിതത്തിലെ ആ രോഗത്തിൽ നിന്നുള്ള ഒരു വിടുതൽ പ്രാപിക്കാതെ ഇരിക്കുന്ന വ്യക്തികളെ ഇത് കാണുകയും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ശരീരമൊക്കെ ചൊറിഞ്ഞിരിക്കുകയാണ്, എഴുന്നേറ്റ് നടക്കാനായിട്ട് വയ്യ, നടുവിന് വേദനയായിട്ടിരിക്കുന്നു, കാലിലെ നീരൊരിക്കലും മാറാതെ ഇരിക്കുന്ന അവസ്ഥ, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നു, ഓപ്പറേഷൻ ചെയ്യാൻ വയ്യാത്ത സ്റ്റേജുകളെ, ക്യാൻസർ ഉണ്ടെന്ന് പറയുന്നു, എന്നാൽ അത്
കുറഞ്ഞും കൂടിയും ഒക്കെ ഇരിക്കുന്ന അവസ്ഥ, പല ഇൻറ്റേർണൽ ഓർഗനെയും ബാധിച്ചിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ കർത്താവെ ഈ സമയത്ത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ആ ഡിവൈസിലോട്ട് കൈ നീട്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നോട് പറ്റിയിരിക്കാൻ നീ അടിയങ്ങളെ വിടുവിക്കും എന്നുള്ള വാഗ്ദത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു കർത്താവെ. അടിയങ്ങളെ ഉയർത്തുമെന്നുള്ള വാഗ്ദത്തം ഏറ്റെടുക്കുന്നു. ഈ ദിവസങ്ങളിൽ അത് കാണുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ. പ്രത്യേകിച്ചും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ വിഷയങ്ങളിൽ ദൈവം ഒരു വിടുതൽ തരണം കർത്താവെ. അറിയാത്ത വഴികളിൽ നിന്ന് അത്ഭുതങ്ങൾ കർത്താവെ അവരുടെ ജീവിതങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ അടയാളമായ ഒരു അത്ഭുതം കർത്താവെ നീ അവരുടെ ജീവിതങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണം, സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് നിങ്ങൾ വാച്ച് ചെയ്യുക, തുടർമാനമായി വാച്ച് ചെയ്യുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. ഈ രാത്രിയിലെ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ സംരക്ഷിക്കട്ടെ. ആമേൻ.